തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, പൊരിഞ്ഞ ഒരു യുദ്ധം നടക്കുന്ന ഒരു സമയം. യുദ്ധത്തിൻ്റെ വിജയികളായ ഭാഗത്തുള്ള പട്ടാളക്കാർ പരാജയപ്പെട്ട രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമായ അവശ്യ സാധനങ്ങൾ നൽകുവാൻ തീരുമാനിക്കുകയാണ്. എങ്ങനെ അവർക്ക് അതെത്തിക്കാം എന്ന് ആലോചിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഇവയെല്ലാം കൊണ്ടുപോയി നഗരമധ്യത്തിലുള്ള ആരാധനാലയത്തിലെ പുരോഹിതനെ ഏൽപ്പിച്ചാൽ അവയെല്ലാം നമുക്ക് വേണ്ട രീതിയിൽ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ കഴിയുമെന്ന്. അങ്ങനെ പട്ടാളക്കാർ ആരാധനാലയത്തെ ലക്ഷ്യമാക്കി മാർച്ച് ചെയ്യുകയാണ്. ആരാധനാലയത്തെ ലക്ഷ്യമാക്കി പട്ടാളം മാർച്ച് ചെയ്യുന്നു എന്ന് കേട്ടയുടനെ എല്ലാവരും വിചാരിച്ചു ആരാധനാലയത്തെ തകർക്കാനാണ് പട്ടാളക്കാർ മാർച്ച് ചെയ്യുന്നതെന്ന്. കേട്ടവർ കണ്ടവരോടൊക്കെ പറയുവാൻ തുടങ്ങി. ജനം മുഴുവനും കയ്യിൽ കിട്ടിയ ആയുധവുമായി ദേവാലയം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഓടിയെത്തുകയാണ്. അവരെല്ലാവരും ദേവാലയത്തിന് മുന്നിൽ നിലകൊള്ളുമ്പോൾ പട്ടാളക്കാർ ദേവാലയത്തെ ലക്ഷ്യമാക്കി മാർച്ച് ചെയ്യുകയാണ്. ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം സംജാതമായി. ആ സമയത്ത് ആ പട്ടാളത്തെ നയിച്ച പട്ടാള മേധാവി 3 കൽപ്പനകൾ പട്ടാളക്കാർക്ക് നൽകുകയാണ്. ഒന്നാമത്തെ കൽപ്പന ബെൻഡ് യുവർ നീ എന്നാണ്. നിങ്ങളെല്ലാവരും മുട്ടുകുത്തുക എന്ന് പറയുക. പട്ടാള മേധാവിയുടെ ആജ്ഞ സ്വീകരിച്ച് പട്ടാളക്കാർ മുട്ടുമടക്കി. രണ്ടാമത്തെ കൽപ്പന നിങ്ങളുടെ ആയുധങ്ങളെല്ലാം താഴെ വയ്ക്കുക എന്നുള്ളതായിരുന്നു. മേധാവിയുടെ കൽപ്പന കേട്ട പട്ടാളക്കാരെല്ലാവരും ആയുധങ്ങൾ താഴെ വെച്ചു. മൂന്നാമത്തെ കൽപ്പന എല്ലാവരും ആ ജനങ്ങളെ നോക്കി പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. പട്ടാളക്കാർ ആയുധവുമേന്തി നിൽക്കുന്ന ജനങ്ങളെ നോക്കി പുഞ്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് മനസ്സിലായി അവർ തങ്ങളെ ആക്രമിക്കുവാൻ വന്നവരല്ല എന്ന്. അവിടെ ആ യുദ്ധാന്തരീക്ഷം മാറി സൗഹൃദ അന്തരീക്ഷം രൂപപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 3 ആജ്ഞകൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രാവർത്തികമാക്കാൻ തയ്യാറായാൽ പലപ്പോഴും നമ്മുടെ കുടുംബത്തിലെ സമൂഹത്തിലെ പല സംഘർഷങ്ങളും ഇല്ലാതായി മാറും. ബെൻഡ് യുവർ നീ, നീ ഒന്ന് മുട്ടുമടക്കുക. ഞാനൊന്ന് മുട്ടുമടക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ എൻ്റെ കുടുംബത്തിലുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. എളിമപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കൽപ്പന എന്ന് പറയുന്നത് ആയുധങ്ങൾ താഴെ വയ്ക്കുക. നമ്മുടെ നാവിൻ്റെ ആയുധമാകാം, നമ്മൾ പറയുന്ന നമ്മുടെ വാക്കുകളുടെ ആയുധങ്ങളാവാം. എന്തു തന്നെയാണെങ്കിലും നമ്മൾ അതൊന്ന് വിട്ടുകൊടുക്കുവാൻ തയ്യാറായാൽ പല സംഘർഷ അന്തരീക്ഷങ്ങളും സൗഹൃദാന്തരീക്ഷമായി മാറും. മൂന്നാമത്തെ കൽപ്പന പുഞ്ചിരിക്കുക. നമ്മെ ദ്രോഹിക്കുവാൻ വരുന്നവനെ നോക്കിക്കൊണ്ടുപോലും ഒന്ന് പുഞ്ചിരിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹം സൗഹൃദം നിറഞ്ഞ ഒരു സമൂഹമായി മാറും. ആകയാൽ ഈ 3 കൽപ്പനകളും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാം. അല്പം കൂടെ എളിമപ്പെടാം. അല്പം കൂടെ നമ്മുടെ ആയുധങ്ങളെ നമുക്ക് താഴെ വെക്കാം. അല്പം കൂടെ നമുക്ക് സ്നേഹത്തോടെ പുഞ്ചിരിക്കാം. അതായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ നുറുങ്ങുവട്ടം.